നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ഇന്ന് രാവിലെ സമയം ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരമുള്ളതാകുന്ന ദൈവവചന കേൾവികൾ അനേകരുടെ ജീവിതത്തിൽ സന്തോഷത്തിനും ആശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും കാരണമായിത്തീരുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും വളരെ വിലയേറിയ പ്രാർത്ഥനയും നല്ല നല്ല ആലോചനകളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിശ്ചയമായിട്ടും നാളിതുവരെയും നിങ്ങൾ കാണിച്ച എല്ലാവിധമായ സഹകരണങ്ങൾക്കും വളരെ നന്ദി അറിയിക്കുന്നു. ഇന്ന് രാവിലെ സമയത്തിലെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാമത് വാക്യമൊന്ന് വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 19:5. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഈ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, യേശു യെരിഹോമിലെത്തി കടന്നു പോകുമ്പോൾ, യേശു യെരിഹോമിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്ന സക്കായി, എന്നാൽ അവൻ വലിയ ധനവാനായിരുന്നു. തൻ്റെ തൊഴിൽ ചുങ്കം പിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ചുങ്കം പിരിക്കലിൽ അത്ര കണ്ട് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കത്തില്ല. സാധുക്കളോടും മറ്റ് എല്ലാ ജനങ്ങളോടും അവൻ ചുങ്കം പിരിക്കുന്നത് പലപ്പോഴും നീതിരഹിതവും ആകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാകുന്ന ഒരു ജീവിതം നയിക്കുന്ന സഖായി ഇപ്രകാരം വളരെ ധനങ്ങൾ സമ്പാദിച്ച് തനിക്കെല്ലാം തികഞ്ഞു, താനെല്ലാം ആയി എന്ന് കരുതി പോകുന്ന സഖായി, എന്നാൽ ഒരു നാൾ അവന് മനസ്സിലൊരാഗ്രഹമുണ്ടായി, ഈ യേശു എങ്ങനെയുള്ളവനെന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ടായി. സഖായിയുടെ ഹൃദയത്തിൽ തോന്നിയത് വളരെ നല്ല ഒരു ചിന്തയാണ്. പലർക്കും പണത്തിൻ്റെ പ്രതാപത്തിലെത്തുമ്പോൾ, സ്ഥാനമാനങ്ങളിലെത്തുമ്പോൾ, ധനത്തിൻ്റെ ആ വലിയ ധനികനായിത്തീരുമ്പോൾ പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാകുകയാണ്. ദൈവത്തിന് വിലയും നിലയുമില്ലാത്ത അവസ്ഥകളിലേക്ക് താൻ തൻ്റെ സാഹചര്യങ്ങൾക്ക് വശംവദനായി തീരുകയാണ്. എന്നാൽ ഇവിടെ സഖായി ധനവാനായി തീർന്നു. ധനത്തിൻ്റെ ഉത്തുംഗത്തിലിരിക്കുന്ന സഖായിക്കൊരു ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണമെന്ന്. അപ്പോൾ അവൻ വളരെ നീളം കുറഞ്ഞവനായിരുന്നു, കുറുകിയവനായിരുന്നു, വളർച്ചയിൽ കുറയവനായിരുന്നു, ഉയരം കുറഞ്ഞവനായിരുന്നു. ജനക്കൂട്ടത്തിന് എഴുതുന്നതുകൊണ്ട് യേശുവിനെ കാണാൻ പറ്റുകയില്ല. കാരണം ഒരു ജനക്കൂട്ടം അവൻ്റെ മുൻപിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ മുകളിലൂടെ കാണാൻ പറ്റുകയില്ല. കാരണം ഉയരം കുറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് സഖായിക്കൊരാഗ്രഹം, യേശുവിനെ എന്തായാലും ഒന്ന് കാണണം, എങ്ങനെയായാലും യേശുവിനെ ഒന്ന് കാണണം. അവൻ നേരെ മുൻപിലേക്ക് ഓടി, അല്പം മാർഗമെത്തി അല്പം മുൻപിലേക്ക് ദൂരേക്ക് ഓടിയിട്ട് അടുത്ത് കണ്ടതാകുന്ന വഴിയരികത്തിലുള്ളതാകുന്ന ഒരു വൃക്ഷത്തിലേക്ക് കയറിയിരിക്കുകയാണ്. കാട്ടത്തിയിൽ കയറുകയാണ്. സക്കായി കാട്ടത്തിൽ കയറി അതിൻ്റെ മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ച് പാത്ത് അതിൻ്റെ കവട്ടയിൽ ശാന്തമായിട്ട് സമാധാനമായിട്ടിരിക്കുമ്പോൾ യേശുവും യേശുവിനോട് കൂടെയുള്ള ജനമെല്ലാം അതിൽ നടന്നു വരുമ്പോൾ യേശു കാട്ടത്തി വൃക്ഷത്തിൻ്റെ താഴിൽ നിന്നുകൊണ്ട് മേളിലേക്ക് നോക്കി പറയുകയാണ്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ഈ ചെറിയ സമയത്തിൽ ഞാനൊരു ചെറിയ ചിന്ത പകരുകയാണ്. നിശ്ചയമായിട്ടും നമ്മളുടെ ധനം, നമ്മളുടെ സ്ഥാനമാനങ്ങൾ, നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആയിപ്പെട്ടു നിൽക്കുന്ന പല അവസ്ഥകളും, പുറത്ത് പലരോടും പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മളായി നിൽക്കുന്ന പല സാഹചര്യങ്ങൾ, എനിക്കൊന്നും സംഭവിക്കത്തില്ല, എനിക്കൊന്നും ഭയപ്പെടേണ്ട, എനിക്കൊന്നും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന നിരവധി അനുഭവങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏത് നിമിഷത്തിലും ഈ ദീപം കെടും, ഏത് നിമിഷത്തിലും ഈ സൂര്യൻ അസ്തമിക്കും, ഏത് നിമിഷത്തിലും അപ്രത്യക്ഷമായിട്ട് കാറും കോളും ഇരുട്ടുമൂടിയ അവസ്ഥകളും ജീവിതത്തിൽ കടന്നു വരാം. സക്കായിയെ പോലെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശു എങ്ങനെയുള്ളവൻ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ തക്കവണ്ണം സക്കായി ചില സ്റ്റെപ്പുകൾ എടുത്തു. അത് ചിന്തിച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നു.
സക്കായി ചില സ്റ്റെപ്പുകൾ എടുക്കുക. എന്താണ്? അതിൻ്റെ മുമ്പിലേക്ക് ഓടി ആ നിൽക്കുന്ന നിൽപ്പിൽ അവൻ്റെ വൃക്ഷത്തിൽ കയറി ആ നീളം കുറുകിയവനായതുകൊണ്ട് അവൻ പെട്ടെന്ന് മരത്തിൽ കയറി ചെല്ലുമ്പോഴത്തേക്കിന് യേശു അവിടെ കടന്ന് മുൻപിലേക്കൊക്കെ പോകും. അവൻ ബുദ്ധിമാനായിരുന്നു. അവൻ അല്പം മുൻപിലേക്ക് ഓടി വളരെ വേഗം ഓടിയിട്ട് അടുത്ത് കണ്ടാകുന്ന ഒരു വൃക്ഷത്തിൽ കയറി അതിൻ്റെ കവട്ടയിൽ ഇരിക്കുകയാണ്. മരച്ചില്ലയിൽ മറഞ്ഞിരിക്കുകയാണ്. കാരണം അവന് ജീവിതത്തിൽ അവന് പാവബോധമുണ്ട്. ചില തെറ്റുകൾ അവന് പണപ്പിരിവിലൊക്കെ അവന് വിശ്വസ്ത പുലർത്താൻ സാധിക്കുന്നില്ല. എങ്കിലും അവൻ്റെ മനസാക്ഷിയെ കുത്ത് അവന് യേശുവിനെ കാണുവാൻ ഒരു പ്രേരണയുണ്ടായി. സക്കായിക്ക് യേശുവിനെ കാണുവാനുണ്ടായ പ്രേരണ യേശുവിൻ്റെ ഹൃദയത്തിൽ എന്നെ കാണുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാകുന്ന പ്രേരണയ്ക്ക് കാരണമായി തീർന്നു. മക്കളമേ, നമുക്ക് യേശുവിനെ കാണുവാൻ ഒരു പ്രേരണയുണ്ടായാൽ, അതിനുവേണ്ടി നമ്മൾ ചില സ്റ്റെപ്പുകൾ വെച്ചാൽ, അതിനുവേണ്ടി ചില തീരുമാനങ്ങൾ എടുത്താൽ, അതിനുവേണ്ടി ചില ചുവടുകൾ വെച്ചാൽ, നമ്മളിലുണ്ടാകുന്ന ആ പ്രേരണ നിശ്ചയമായിട്ടും യേശുവിന് നമ്മെ കാണുവാനുള്ള പ്രേരണയ്ക്ക് കാരണഹേതുവായി തീരും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ജീവിതം ധന്യമായി തീരും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് വചനം പറയുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് പണമെല്ലാം വാരിക്കൂട്ടി സമ്പാദിച്ച് എന്തൊക്കെയോ നേടി, കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ നേടി, കുറച്ച് ഉയർന്ന നിലവാരത്തിലെത്തി, കുറച്ച് ധനം സമ്പാദിച്ചു. ഇതിലൊന്നും ഒരർത്ഥവുമില്ല. ഇതൊന്നും ഒരു പ്രയോജനമില്ല. ഇതൊന്നും ആവശ്യഘട്ടങ്ങളിൽ ഉപകരിക്കുന്നതല്ല. നമുക്ക് ആവശ്യഘട്ടങ്ങളിൽ ഉപകരിക്കുവാൻ അത്യാവശ്യമായിരിക്കുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്, യേശുവിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ സഹായമാണ്, ദൈവദൂതന്മാരുടെ കരുതലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്, വചനത്തിൻ്റെ അറിവാണ്. ജീവിതത്തിൽ ദൈവഭയമുള്ള ജീവിതമാണ് ആവശ്യം. അതെ, ഇന്ന് പകലിലുള്ളതാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതയാമത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നിശ്ചയമായിട്ടും നമ്മൾ യേശുവിനെ ഞാൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് തീരുമാനമെടുക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണം. നിൻ്റെ സ്നേഹമൊന്ന് അറിയണം, നിൻ്റെ വാത്സല്യമൊന്ന് അനുഭവിക്കണം, നിൻ്റെ നന്മയൊന്ന് അനുഭവിക്കണം, നിൻ്റെ സന്തോഷമൊന്ന് അനുഭവിക്കണം. നിന്നോട് ചേർന്ന് എനിക്ക് അല്പനേരം ലയിച്ചു ചേർന്നിരിക്കണമെന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാൻ സാധിക്കുമോ? നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അജഗജാന്തരം വ്യത്യാസങ്ങളുണ്ടാകും, വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകും. യേശു നമ്മുടെ ഭവനത്തിൽ വന്നാൽ, യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, യേശുവിൽ നമുക്കൊരു സ്വാധീനമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകൾക്കും വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ തലമുറയുടെ വിഷയങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകുവാൻ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുവാൻ, നമ്മൾ ഏർപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ ഏർപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രിഗേഷനുകളിൽ, സാഹചര്യങ്ങളിലൊക്കെ വലിയ മാറ്റത്തിന് കാരണമായി തീരും. നിശ്ചയമായിട്ടും നമുക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കാം. ഒരു ചുവട് മുൻപിലേക്ക് വയ്ക്കാം. ഒരു പ്രാവശ്യം നമുക്കൊന്ന് പരിശ്രമിക്കാം. യേശുവിലേക്ക് നമുക്കൊന്ന് കടക്കുവാൻ, യേശുവിൻ്റെ സ്വാധീനം ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.